അമേരിക്കയ്ക്ക് മിസൗറി മിസിസിപ്പി പോലെ, മെസോപ്പൊട്ടേമിയയ്ക്ക് യൂഫ്രട്ടീസ് ടൈഗ്രീസ് പോലെ, നെടുമങ്ങാട് തിരുവനന്തപുരം പട്ടണത്തിന് കിള്ളിയാറും കരമനയാറും അത് സൃഷ്ടിച്ച സാംസ്കാരിക ഭൂമികയിലാണ് ഈ രണ്ട് പട്ടണങ്ങളും ഉയർന്നു വന്നിട്ടുള്ളത്. കരമനയാർ കേരളത്തിൻ്റെ 44 നദികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കിള്ളിയാറിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. താരതമ്യേന കുറച്ചുകൂടി ചെറിയ നദിയാണ്. കരമനയാർ ഉത്ഭവിക്കുന്നത് അഗസ്ത്യകൂടത്തിൻ്റെ അടിവാരത്തുള്ള ചെമ്പുഞ്ഞി മുട്ടയിൽ നിന്ന് ഉത്ഭവിച്ച് അത് നേരെ അറബിക്കടലിൽ ചേരുകയാണ് ചെയ്യുന്നത്. എന്നാൽ കിള്ളിയാർ ഉത്ഭവിക്കുന്നത് ഒറ്റക്കൊമ്പ് മലയുടെ അടിഭാഗത്തുള്ള കരിഞ്ചാത്തി മൂല എന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ച് അത് നടയറ 32 കിലോമീറ്റർ ഒഴുകി ഈ നടയറ എന്ന സ്ഥലത്ത് വെച്ച് കിള്ളിയാറുമായി സന്ധിച്ച് അത് നേരെ തിരുവല്ലത്ത് വെച്ച് അറബിക്കടലിൽ ചേരുകയാണ്. ഇതിൽ വലിപ്പം കൊണ്ട് തീരെ ചെറുതാണ് എങ്കിലും ഏറ്റവും കൂടുതൽ രേഖകളും തെളിവുകളും ചരിത്രപരമായ പ്രാധാന്യമുള്ളത് കിള്ളിയാറിനാണ്. ഈ കിള്ളിയാറിൻ്റെ ഇരു കരകളും ജൈന ബൗദ്ധ സംസ്കാരങ്ങളുടെ അവശേഷിപ്പുകൾ ഇന്നും ഏറെ സജീവമാണ്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇനിയും നടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ കിള്ളിയാർ മനുഷ്യനിർമ്മിതം എന്ന് പറഞ്ഞ് ഒരു ലേഖനം ഈ അടുത്ത കാലത്ത് വളരെ പ്രമുഖമായൊരു പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു. സൂയസ് കനാൽ നിർമ്മിക്കുന്നതിനും 100 വർഷം മുമ്പ് തിരുവിതാംകൂറിലെ മഹാരാജാവായ ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവായ മാർത്താണ്ഡവർമ്മ നെടുമങ്ങാട് കൂടി ഒഴുകിയിരുന്ന ചെറിയ കൈത്തോടുകളെ വെട്ടി യോജിപ്പിച്ച് അതിനെ ഒരു ആറാക്കി മാറ്റുകയും അത് ശ്രീപത്മനാഭൻ്റെ നടയിലേക്ക് ഒഴുക്കി വിടുകയും ചെയ്തു എന്നാണ് ആ ലേഖനത്തിൽ വളരെ വിശദമായി എഴുതിയിരിക്കുന്നത്. അതിന് കുറേ രേഖകളുമൊക്കെ അവർ മുമ്പോട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആ രേഖയിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്: 918 അതായത് 1743 കിള്ളിയാർ അളന്ന് കണ്ട നായന്മാർക്ക് കൊടുത്ത പണത്തിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. കിള്ളിയാർ അളന്ന് കണ്ട നായന്മാർ. അപ്പോൾ കിള്ളിയാർ അളന്ന് കണ്ട നായന്മാരെന്ന് ഉദ്ദേശിക്കുന്ന ജാതിയല്ല ഉദ്ദേശിച്ചത്, രാജാവിൻ്റെ പണിക്കാരെയാണ്. അവർക്ക് ശമ്പളം കൊടുത്തതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കിള്ളിയാർ അളന്നതിന് ശേഷമാണ് ഈ അത് വിട്ടുന്നതെന്നൊക്കെയാണ് ഇവർ അതിനകത്ത് പറഞ്ഞ് വയ്ക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഇതിനോട് ഒരു തരത്തിൽ യോജിക്കാൻ കഴിയില്ല. ഒന്ന്, ഈ കിള്ളിയാർ എന്ന പേര്, ഈ കിള്ളി എന്ന് പറഞ്ഞാൽ ഇതൊരു പൂർവ്വ ദ്രാവിഡ പദമാണ്. തമിഴിലോ മലയാളത്തിലോ കന്നഡത്തിലോ ഇന്ന് സജീവമല്ലാത്തൊരു പദമാണ് കിള്ളി. ഏതാണ്ട് 16-ാം നൂറ്റാണ്ട് വരെ, 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ മാത്രമേ മലയാളത്തിലുണ്ട് ഈ കിള്ളി എന്ന പദം ഉപയോഗിച്ചുള്ളൂ. അത് കഴിഞ്ഞാൽ ആ പദം ഈ മറ്റ് പദങ്ങൾ പലതും മരിക്കുന്ന പോലെ പദങ്ങളും മരിക്കും. അങ്ങനെ മരിച്ചൊരു പദമാണ് കിള്ളി. കിള്ളി എന്ന് പറഞ്ഞാൽ ചെറുത് എന്നാണ് അർത്ഥം. ഇപ്പം നമ്മൾ ഈ ചോള നാട്ടിലെ യുവരാജാക്കന്മാർക്ക് കൊടുത്തിരിക്കുന്നത് കിള്ളി എന്നാണ് അറിയുന്നത്. പെരുന്നാർ കിള്ളി തുടങ്ങിയ പേരുകൾ നമുക്ക് ഇന്നും സംഘകാല കൃതികളിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ 18-ാം നൂറ്റാണ്ടിൽ കിള്ളി എന്ന പദം പ്രയോഗത്തിലില്ല എന്ന് നമ്മൾ അറിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തന്നെ അടിസ്ഥാനപരമായി തെറ്റുകയാണ്. ഇനി നെടുമങ്ങാട് കൂടി ഒഴുകുന്ന 39 നീർച്ചാലുകളാണ് കിള്ളിയാറിൽ വന്നു ചേരുന്നത്. ഈ 39 നീർച്ചാലുകളും മാർത്താണ്ഡവർമ്മ ഈ തോട് വെട്ടുന്നതിന് മുമ്പ് എങ്ങോട്ടാണ് ഒഴുകിയിരുന്നത്? ഒന്നുകിൽ ഇതൊരു തടാകത്തിൽ ചേരണം. നെടുമങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം തടാകങ്ങളൊന്നും തന്നെ, കായലുകളോ മറ്റു തടാകങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതല്ലെങ്കിൽ കടലിൽ ചേരണം. ഇവിടെ നിന്ന് 32-33 കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രമേ കടലിലെത്താൻ കഴിയൂ. അപ്പോൾ നെടുമങ്ങാട്ട് കടലുമില്ല. അപ്പോൾ പിന്നെ ഇതെങ്ങോട്ടാണ് ഒഴുകിയിരുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് കൂടി നമ്മൾ ഈ ലേഖനത്തിൽ മറുപടി കാണേണ്ടതുണ്ട്.
ഇനി ഭൂമി പഴയതും പുതിയതുമുണ്ട്. അപ്പോൾ നമുക്ക് തോന്നാം ഈ ഭൂമി എന്ന് പറയുന്നത് മണ്ണ് പഴയതും പുതിയതുമുണ്ട്. കാരണം കടൽ വെച്ചുണ്ടാക്കുന്ന മലയിൽ നിന്ന് ഇറങ്ങി വന്ന മണ്ണും കടലിൽ നിന്ന് കയറി വന്ന മണ്ണുമൊക്കെ ചേർന്നാണ് പലപ്പോഴും സുനാമികളും അതുപോലുള്ള ഭൂകമ്പങ്ങളും ഒക്കെ ചേർന്ന് മണ്ണിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസം വരാറുണ്ട്. കര കടലാവാറുണ്ട്, കടൽ കരയാവാറുണ്ട്, അങ്ങനെയൊക്കെ മാറി മറിഞ്ഞുമൊക്കെ വരാറുണ്ട്, പ്രത്യേകിച്ചും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇത് നമ്മൾ തിരിച്ചറിയുന്നതിന് ഭൂമിശാസ്ത്രപരമായി അല്ലെങ്കിൽ ജിയോളജിക്കലി ഇതിൻ്റെ ഒരു മാർഗമുണ്ട്. ഇത് കണ്ടെത്തുന്നതിന് ഭൂമി ആ മണ്ണ് പഴയതാണോ പുതിയതാണോ എന്നറിയുന്നത്. ആ മണ്ണിലൂടെ ഒഴുകുന്ന നദി, അത് തോടാവട്ടെ വലിയ നദിയാവട്ടെ, അതിനകത്ത് മഴക്കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവുകയും മണ്ണിടിച്ചിലുണ്ടാവുകയും കരവയ്ക്കലുണ്ടാവുകയും സംഭവിക്കണം. ഡിസ്ട്രക്ഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ. തെക്കേ ഇന്ത്യയിലെ ഒരു നദികളും മണ്ണ് ഇടിച്ചിറക്കുകയോ അല്ലെങ്കിൽ പുതിയതായി കര വെച്ചുണ്ടാക്കുകയോ ചെയ്യാറില്ല. കാരണം നദികൾ അത്ര കണ്ട് പഴയതാണ്. അതിൻ്റെ മണ്ണിടിച്ചിലും കരവയ്ക്കലുമൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതാണ്. രണ്ടാമത്, അതിലെ അകത്ത് നമ്മൾ കാണുന്ന കല്ലുകളെല്ലാം ഉരുളൻ കല്ലുകളാണ്. സഹസ്രാബ്ദങ്ങൾ കൊണ്ട് ഈ വെള്ളമൊഴുകി കല്ല് ഉരുണ്ടുരുണ്ട് അതിൻ്റെ കൂർത്ത ഭാഗങ്ങളെല്ലാം അലിഞ്ഞു ചേർന്ന് ഗോളാകൃതിയിൽ ചേർന്ന കല്ലുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തെക്കേ ഇന്ത്യയിൽ കാണുന്നത്. ഈ സ്വഭാവങ്ങളെല്ലാം കിള്ളിയാർ കാണിക്കുന്നുണ്ട്. കിള്ളിയാറിലെ കല്ലുകളെല്ലാം ഉരുണ്ടതാണ്. കിള്ളിയാർ വേനൽക്കാലത്ത് വെറ്റിപ്പോകാറുണ്ട്. മഴക്കാലത്ത് കര ഇടിക്കുന്നത് വളരെ അപൂർവമാണ്. അതുപോലെ തന്നെ പുതിയ മണ്ണ് വച്ചുണ്ടാക്കുന്ന സമ്പ്രദായവും കിള്ളിയാറ്റിൽ പൊതുവെ കുറവാണ്. അപ്പോൾ ഇത് ഈ മണ്ണിൻ്റെ പഴക്കത്തെ, അതല്ല ഈ നദിയുടെ പഴക്കത്തെ കാണിക്കുന്നു. അപ്പോൾ ഇതിന് 200-300 കൊല്ലമല്ല പഴക്കം, അതിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ്. മറ്റൊന്നുള്ളത്, ഈ കിള്ളിയാർ നിർമ്മിക്കുന്നതിന് മാർത്താണ്ഡവർമ്മ ഉപയോഗിച്ച ആളുകളുടെ എണ്ണമാണ് 2567 പേരാണ്. രേഖയിൽ പറയുന്നുണ്ട്. 2567 പേര് ഉപയോഗിച്ച് 32 കിലോമീറ്റർ നീളത്തിൽ ഇത് വെട്ടിയെന്ന്. ഇതന്ന് പെട്രോൾ പോലും കണ്ടുപിടിക്കാതിരുന്നൊരു കാലത്ത്, യന്ത്രസാമഗ്രികളൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് ഇത്രയും ആളുകളെ വെച്ച് ഈ 32 കിലോമീറ്റർ നീളത്തിൽ ഏതാണ്ട് 4-5 കിലോമീറ്റർ വീതിയിൽ ഒരു തോട് അഥവാ ആറ് വെട്ടാൻ കഴിയുമോ? ഇന്ന് പോലും സാധ്യമല്ല. ഈ യാന്ത്രിക യുഗത്തിൽ പോലും 2567 ആളുകളെ വെച്ച് ചെയ്യുക സാധ്യമല്ല. അതും യുക്തിക്ക് നിരക്കുന്ന ഒരു നിഗമനമല്ല. ഇനി 2026 നെടുമങ്ങാട്ട് നടക്കുന്ന ദേശീയോത്സവം 344-ാമത്തേതാണ്. 344-ാമത്തെ ഉത്സവമാണ് നടക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉത്സവം ആരംഭിച്ചത്, നെടുമങ്ങാടിൻ്റെ ഓട്ടം എന്ന് പറയുന്ന ദേശീയോത്സവം ആരംഭിച്ചത് 1682 എന്നർത്ഥം. ഇവിടെ നടക്കുന്ന ഈ 3 ക്ഷേത്രങ്ങളിൽ ഒന്നിച്ചാണ് ഉത്സവം നടക്കുക. ഇത് മുഴുവൻ തമിഴ് വിഭാഗക്കാരുടേതാണ്. 3 തമിഴ് വിഭാഗം എന്ന് പറയുമ്പോൾ ഈ പൂർണ്ണമായും തമിഴ് ഒറിജിൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് തമിഴ്നാട്ടിലുള്ള കന്യാകുമാരി ജില്ലയിൽപ്പെട്ട ആളുകളുടേത് കൂടിയാണ് ഈ ക്ഷേത്രങ്ങൾ. ഇവർക്കെല്ലാം തന്നെ പ്രത്യേകമായി ക്ഷേത്രങ്ങളും പ്രത്യേകമായി ശവപ്പറമ്പുകളുടെ അവരുടെ കസ്റ്റമനുസരിച്ചുണ്ടാവണം. ഇവർ വന്ന കാലഘട്ടം മുതൽ തന്നെ ഇവരുടെ ശവപ്പറമ്പുകൾ കിള്ളിയാറ്റിൻ്റെ തീരത്തുണ്ട്. 1682 ആരംഭിച്ച ഉത്സവകാലത്തിന് മുമ്പ് തന്നെ, 1-2 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഇവരുടെ ശവപ്പറമ്പുകൾ കിള്ളിയാറ്റിന് തീരത്തുണ്ട്. എന്ന് പറഞ്ഞാൽ കിള്ളിയാർ ഉമയമ്മ റാണിയുടെ കാലം മുതലേ ഉണ്ടായിരുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവുകൾ. ഇത്രയും തെളിവുകൾ ഉള്ളപ്പോഴാണ് നമ്മൾ കിള്ളിയാറ്റിനെ ഈ മനുഷ്യനിർമ്മിതം എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ ഇത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാവുന്നതല്ല. പിന്നെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? കിള്ളിയാർ അളന്ന് കണ്ട നായന്മാർക്ക് കൂലി കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞു. കിള്ളിയാർ അളന്നത് കിള്ളിയാറ്റിൻ്റെ കുറുകെ ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നതിനാണ്. അത് നിർമ്മിച്ചിരിക്കുന്നത് മരുതൻകുഴിയിലാണ്. മരുതൻകുഴിയാണ് ഒരുപക്ഷെ തിരുവനന്തപുരം പട്ടണത്തിലെ ആദ്യത്തെ അല്ല അവസാനത്തേതെന്ന് പറയാം. വേറെ അണകളൊന്നും പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടില്ല. ആ അണ അവിടെ നിന്ന് ഒരു കൈത്തോട് വെട്ടി അത് നേരെ ഇടപ്പഴിഞ്ഞി, ജഗതി, വലിയശാല, പഴവങ്ങാടി, പത്മതീർത്ഥത്തിൽ ചെന്ന് അവസാനിക്കുകയാണ്. അതായത്
1750 ആരംഭിച്ച മുറജപത്തിന് മലബാറിൽ നിന്ന് വരുന്ന ബ്രാഹ്മണർക്ക് അവരുടെ കുളിക്കും തേവാരത്തിനുമായി മാറ്റിവെക്കപ്പെട്ട കുളമാണ് പത്മതീർത്ഥം. ഈ പത്മതീർത്ഥം മുറജപം ആരംഭിക്കുന്നതിന് മുമ്പ് ശുദ്ധിയാക്കേണ്ടതുണ്ട്. അതിൽ കെട്ടി നിൽക്കുന്ന വെള്ളം പഴയ ജലം, അതായത് മലിനജലം പുറത്ത് വിടുകയും പുതിയ ജലം കൊണ്ട് നിറയ്ക്കുകയും വേണം. അതിനുവേണ്ടി നിർമ്മിച്ച കൈത്തോടാണ് പുത്തനാർ എന്നും പറയുന്നത്. കൊച്ചാറ് എന്നതിന് വേറൊരു പേരുമുണ്ട്. ഇത് മരുതൻകുഴിയിൽ അണ നിർമ്മിച്ച് മരുതൻകുഴി അണയിൽ നിന്നും ഇത് നേരെ വെട്ടി നേരെ പഴവങ്ങാടി വഴി നമ്മുടെ പത്മതീർത്ഥത്തിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അതിനുശേഷം ആധുനിക സംവിധാനങ്ങളൊക്കെ വന്നു, പൈപ്പ് ലൈൻ നിലവിൽ വന്നു. ഇതൊക്കെ വന്നപ്പോൾ ഈ കൊച്ചാറ് മാലിന്യം കൊണ്ട് നിറഞ്ഞു, കൊതുക് മുട്ടയിട്ട് തുടങ്ങി. വലിയ പ്രശ്നമായപ്പോൾ നാട്ടുകാരുടെ പരാതി അനുസരിച്ച് ഈ തോട്, അതായത് ഈ കൊച്ചാറെന്ന് പറയുന്ന റോഡ്, മരുതൻകുഴി അണക്കെട്ടിൽ നിന്നും വെള്ളം പത്മതീർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ തോട്, ഈ കൊച്ചാറ് നികത്തി റോഡാക്കി മാറ്റി. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന കൊച്ചാർ റോഡ്. ഈ കൊച്ചാറിനെയാണ് നമ്മളെടുത്ത് കിള്ളിയാറാക്കുകയും ഈ കിള്ളിയാറിനെ, അതായത് നമ്മുടെ കരിഞ്ചാത്തി മൂലയിൽ നിന്നും 32 കിലോമീറ്റർ ഒഴുകിയെത്തുന്ന ഈ കിള്ളിയാറിലേക്ക് കൊണ്ടുവന്ന് ജീവിക്കുകയും ചെയ്തുകൊണ്ട് നമ്മളെ ഈ ചരിത്ര അന്വേഷകരെ വഴിതെറ്റിക്കുന്ന ഒരു ലേഖനമായിരുന്നു ഈ കിള്ളിയാർ മനുഷ്യനിർമ്മിതം. അതും നമ്മുടെ സൂയസ് കനാൽ നിർമ്മിക്കുന്നതിന് 100 നൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ചു എന്ന് പറയുന്നത് രാജഭക്തരെ പ്രീതിപ്പെടുത്തുന്നതിനോ രാജഭക്തി വഴിഞ്ഞൊഴുകുമ്പോഴോ നമ്മൾക്ക് വന്നു പോകുന്നൊരു ഭ്രമ കൽപ്പനയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കൊല്ലവർഷം 906 ഈ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ഒറ്റക്കൽ മണ്ഡപം നിർമ്മിക്കുന്നതിന് വേണ്ടി കല്ല് തിരുമലയിൽ നിന്ന് കൊണ്ടുവന്നു. 42 ദിവസം എടുത്താണ് ആ കല്ല് കൊണ്ടുപോയി. 20 അടി ചതുരമാണ്. ഈ കല്ല് ഓരോ ദേശത്തെയും ആളുകളെ പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയാണ് നിരക്കിക്കൊണ്ട് പോകുന്നത്. തിരുമലയിൽ നിന്ന് ഈ കല്ല് തിരുമല വഴി നേരെ പൂജപ്പുരയിൽ നിന്ന് കരമന വഴി കിള്ളിയാറ്റിൻ്റെ കരയിലെത്തും. കിള്ളിപ്പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ കിള്ളിയാർ കടന്നതായി പറയുന്നില്ല. അതാണ് അടുത്തയാൾ. രേഖയിൽ കിള്ളിയാർ കടന്നു എന്ന് പറയുന്നില്ല. അതുകൊണ്ട് കിള്ളിയാർ അന്നില്ലായിരുന്നു എന്നാണ് മറ്റൊരു വാദം. യഥാർത്ഥത്തിൽ കിള്ളിയാർ കടക്കുക എന്ന് പറയുന്ന ഒരു വലിയ സംഭവമല്ല. കാരണം ഈ കല്ല് കൊണ്ടുപോകുന്നത് കുംഭമാസത്തിലാണ്. കുംഭമാസമെന്ന് പറയുന്നത് അതിരൂക്ഷമായ വേനലിൻ്റെ കാലം, കിള്ളിയാർ വറ്റി വരളുന്നൊരു കാലം. 2 കരയും ഇടിച്ച് അവിടെ നിന്ന് കല്ല് കൊണ്ടുപോവുക എന്ന് പറയാൻ അത്ര വലിയ ദുഷ്കരമൊന്നുമല്ല. അതുകൊണ്ടാണ് അത് മതിലകൻ രേഖയിൽ പരാമർശിക്കാതെ പോയത്. അതുകൊണ്ട് മതിലകൻ രേഖയിൽ പരാമർശിക്കാത്തതെല്ലാം ഇല്ലായിരുന്നു എന്ന് നമ്മൾ പറയുന്നത് അബദ്ധമാണ്. ഒരു കാരണവശാലും കിള്ളിയാർ മനുഷ്യനിർമ്മിതം എന്നത് സാമാന്യ ബോധമുള്ളവർക്ക്, സാമാന്യ യുക്തിബോധമുള്ളവർക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കിള്ളിയാർ മനുഷ്യനിർമ്മിതമേ അല്ല, അത് രാജഭക്തർക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ടൊരു ലേഖനമെന്ന് കരുതാനേ നിവൃത്തിയുള്ളൂ. അനുബന്ധമായി മറ്റൊരു കാര്യം കൂടി പറയട്ടെ. കിള്ളിയാർ കേരളത്തിൽ മറ്റൊരെണ്ണം കൂടിയുണ്ട്. അതിവിടെയല്ല, തിരുവനന്തപുരം ജില്ലയിലല്ല, തിരുവിതാംകൂറിലുമല്ല, കൊച്ചിയിലുമല്ല, അത് കണ്ണൂരിലാണ്. കണ്ണൂരിൽ കിള്ളാ നദി എന്നും കിള്ളി നദി എന്നും പറയുന്ന ഒരു നദി ഉണ്ടായിരുന്നു. അത് ഇന്ന് മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്, കുപ്പംപുഴ എന്നാണ്. അതായത് കേരളത്തിലെ ആദ്യത്തെ ചരിത്രകാവ്യമായ മൂഷിക വംശത്തിൽ അതുലൻ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന രാഘവൻപിള്ള ആ സംസ്കൃത കാവ്യത്തിലെ ആ 4 വരി ഇങ്ങനെയാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. മഹോർമ്മ ഹസ്തങ്ങൾ അണച്ചു വീണ്ടും വീണ്ടും പുണർനാഴി വലിച്ചിടുമ്പോൾ കടന്നു കിള്ളി നദി സൈന്യമോടെ കടന്നു ഭൂവൻ ചിറയൊന്ന് കെട്ടി എന്നാണ്. അവിടെയും കിള്ളിയാറ്റിൻ്റെ കുറുകെ
ചിറ കെട്ടിയതായിട്ടാണ് പറയുന്നത്. പക്ഷേ ആ കിള്ളിയാറെന്ന് പറയുന്നത് കണ്ണൂരിൽ ഉള്ള കുപ്പം പുഴയാണ്. കിള്ളിയാറെന്നുള്ള പേര് ഇന്ന് നിലവിലില്ല.